കിളിക്കൊള്ളിയ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ നിധിയാണെങ്കിലും സുധീഷും കൂടാണെങ്കിലും നമ്മുടെ നിധിക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും നമ്മൾ നിധിയാണെങ്കിൽ വണ്ടിക്കകത്ത് ഇരുന്നിട്ട് ഭയങ്കര ടെൻഷനാണ്. ഭഗവാനെ എനിക്ക് ഇൻ്റർവ്യൂ പാസ്സാവണേ, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ പറ്റണേ എന്നൊക്കെ പറഞ്ഞിട്ടും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ സുധിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിധിയെ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ സുധി ചോദിക്കുന്നുണ്ട്, ഹലോ എന്താണ് തനിക്ക് ഭയങ്കര ടെൻഷനാണെന്ന് തോന്നുന്നല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ നിധി പറയുന്നത്, അതെ ഇപ്പം സമയം അടുക്കെ എനിക്ക് എന്തോ കുറച്ച് ടെൻഷനൊക്കെ ആവുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ശ്രുതി പറയുന്നുണ്ട്, എടീ ടെൻഷനൊന്നും അടിക്കാതിരിക്കാനൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആർട്ടിഫിഷ്യലായിട്ടൊക്കെ നമ്മളിങ്ങനെ ടെൻഷൻ ഇതൊക്കെ കയറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ലതുപോലെ ഇൻ്റർവ്യൂ പെർഫോമൻസ് നല്ലതുപോലെ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. താൻ നല്ല കൂളായിട്ടൊക്കെ ഇരുന്ന് ഇൻ്റർവ്യൂ ഒക്കെ നല്ലതുപോലെ അറ്റൻഡ് ചെയ്യാനൊക്കെ ഇങ്ങനെ പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നിധിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, അത് സുധീഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ സുധീഷ് പറയുന്നത്, എന്താ താൻ ചോദിച്ചോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിധി ചോദിക്കുന്നത്, അതെ ഈ ഇൻ്റർവ്യൂവിന് എന്തൊക്കെയാണ് ചോദിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നിധി നമ്മളെ സുധീഷ് പറയുന്നുണ്ട്, അതിപ്പം എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാനെന്താടാ പറയുന്നത്, ഇപ്പം ഒരു ആർക്കിടെക്റ്റിൻ്റെ അടുത്തൊക്കെ അവരെന്താ ചോദിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പം എൻ്റെ അടുത്താണ് ചോദിക്കുന്നതെങ്കിൽ വണ്ടി ഓടിച്ചിട്ടുണ്ടോ, വണ്ടി ആക്സിഡൻ്റ് ആയിട്ടുണ്ടോ, വണ്ടി നല്ലതുപോലെ ഓടിക്കാൻ അറിയാവോ, അതൊക്കെ ആയിരിക്കും എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. പക്ഷേ തൻ്റെ അടുത്ത് എന്താ ചോദിക്കുന്നതെന്ന് ഇപ്പം ചിലപ്പം തനിക്ക് നല്ലതുപോലെ നോളജ് ഉണ്ടെന്നോ അല്ലെങ്കിൽ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ടോയെന്നായിരിക്കും ചിലപ്പം തൻ്റെ അടുത്ത് ചോദിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് നല്ല സ്കിൽസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമായിരിക്കും. പിന്നെ ചിലപ്പം പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ നിധി പറയും, ആ ശരി അപ്പം ഇതൊക്കെ ആയിരിക്കുമല്ലേ ചോദിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, താൻ കൂളായിട്ടിരിക്കടോ, കൂളായിട്ട് താൻ ഇപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് വാ. പിന്നെ താൻ അവിടെ പോകുമ്പോഴത്തേക്ക് അവരിപ്പോൾ ചിലപ്പം താൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം താൻ ടെൻഷനൊന്നും അടിക്കാതിരുന്നിട്ട് താൻ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ മുമ്പിലിരിക്കുന്ന ആൾക്കാരൊക്കെ പോലുള്ളവർക്ക് താനും ഇൻ്റർവ്യൂ എടുക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടൊക്കെ അങ്ങ് താനൊരു കൂളായിട്ടൊക്കെ ഇരുന്ന് ഇൻ്റർവ്യൂ അങ്ങ് അറ്റൻഡ് ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. സുധിയാണെങ്കിൽ നിധിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഈ അവസരത്തിൽ താൻ എൻ്റെ അടുത്തൊരു നന്ദിയൊക്കെ പറയാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് കാര്യം ഞാനല്ലേ തനിക്കിപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു അവസരം ഉണ്ടാക്കിയതാണെങ്കിലും തൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ശരിയാക്കി തന്നതൊക്കെ ഞാനല്ലേ, അപ്പോൾ തനിക്കൊരു താങ്ക്സ് ഒക്കെ എൻ്റെ അടുത്ത് പറയാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ നിധി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുധി പറയുന്നത്, അല്ല ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, തനിക്ക് വേണമെങ്കിൽ ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇൻ്റർവ്യൂവിന് പോകാനുള്ള സ്ഥലത്തൊക്കെ എത്താറായിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ സുധീഷാണെങ്കിൽ ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ സുധിയാണെങ്കിൽ ആ ഫോൺ ലൗഡ് സ്പീക്കറൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ആ തോമസ് ഏട്ടാ തോമസ് ഏട്ടാ എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിലും നമ്മൾ ചോദിക്കുന്നുണ്ട്, നീ ആണെങ്കിൽ ആ കസ്റ്റമറിന് അവിടെ വെയിറ്റ് ചെയ്യുക, നീ പോയില്ലേന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ സുധി പറയുന്നുണ്ട്, ആ തോമസ് ഏട്ടാ ഒരു 10 മിനിറ്റ് ഞാനിപ്പോൾ പോവും, ഇപ്പോൾ എത്താറാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ നിധി ചോദിക്കുന്നുണ്ട്, പക്ഷേ എന്തായാലും ഓഫീസ് എത്താറായല്ലോ, ഞാൻ വേണമെങ്കിൽ ഒരു ക്യാബിന് ഒരു ഓട്ടോ വിളിച്ചാൽ പൊയ്ക്കോളാം, തനിക്കാണെങ്കിൽ പെട്ടെന്ന് അർജൻറ്റായിട്ടൊരു ഓട്ടോ ഉണ്ടല്ലോ, അപ്പോഴത്തേക്ക് തന്നെക്കകത്താണെങ്കിൽ അവിടെ ആൾ നിൽക്കുമല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിലും സുധീഷ് പറയുന്നുണ്ട്, ഓ അതൊക്കെ അവിടെ വെയിറ്റ് ചെയ്തോട്ടെ, എനിക്കിപ്പോൾ ഇതല്ലേ അത്യാവശ്യം, എന്തായാലും തന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ പൊയ്ക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളെ നിധിയാണെങ്കിൽ അവിടെ ഓഫീസിൽ എത്തുന്നുണ്ട്. നമ്മളെ നിധി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണെങ്കിലും നമ്മളെ സുധിയാണെങ്കിൽ ബെസ്റ്റ് ഓഫ് ലക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഓഫീസ് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് സുധി പറയുന്നുണ്ട്, ആ നല്ല ഓഫീസാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും താനാണെങ്കിൽ ടെൻഷനൊന്നും അടിക്കാതെ പോയി അറ്റൻഡ് ചെയ്തിട്ട് വരാനൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതല്ലെങ്കിൽ നമുക്ക് വേറൊരു ഇൻ്റർവ്യൂ ഒക്കെ നമുക്ക് നോക്കാമെന്നൊക്കെ പറയുന്ന സമയത്താണ് നിധി പറയുന്നത്, അയ്യോ പറ്റത്തില്ല, എനിക്കിത് തന്നെ കിട്ടണം, ഫസ്റ്റ് ഇൻ്റർവ്യൂ തന്നെ ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്കാണെങ്കിൽ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയി പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ശ്രുതി പറയുന്നുണ്ട്, എന്നാൽ ശരി തന്നെ എന്തായാലും പോയിട്ട് അറ്റൻഡ് ചെയ്തിട്ട് വരാനൊക്കെ പറഞ്ഞൊക്കെ വിടുന്നുണ്ട്. നിധി ഓക്കെ എന്നൊക്കെ പറഞ്ഞൊക്കെ നിധിയെ ആണെങ്കിൽ ഓഫീസിലോട്ടൊക്കെ അയക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ ശ്രുതിയാണെങ്കിൽ വേറെ ഓട്ടം വിളിച്ച് അങ്ങോട്ട് പോകുന്നില്ല. ശ്രുതിയാണെങ്കിൽ വണ്ടി ഒരു സൈഡിലോട്ടൊക്കെ പാർക്ക് ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ നിധിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കുക കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മൾ സുഭാഷിനെയാണ്. അപ്പോൾ സുഭാഷാണെങ്കിൽ ജോലിക്ക് പോകുന്ന സമയത്താണെങ്കിൽ അവിടെ ഒരാളടുത്ത് ചോദിക്കുന്നുണ്ട്, ചേട്ടാ കാര്യം എന്തായെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് പഠിത്തവും കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ അയാൾ പറയുന്നുണ്ട്, ആ മുമ്പാണെങ്കിൽ ഇച്ചിരി പഠിക്കാനൊക്കെ ഇച്ചിരി ആൾ പിന്നോട്ടമായിരുന്നു, ക്ലാസ്സിലാണെങ്കിൽ പഠിക്കത്തില്ലെന്നൊക്കെ ആയിരുന്നു പിള്ളേരൊക്കെ പറയുന്നത്, പക്ഷേ ഇപ്പം അവന് കുഴപ്പമില്ല, നല്ലതുപോലെ പഠിക്കുകയും വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അവരൊരു പ്രൊമോഷൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ സുഭാഷ് പറയുന്നുണ്ട്, ആ ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ ഭാഗ്യമുള്ള പിള്ളേർ, എന്തെല്ലാം വഴിയുണ്ട് നല്ലതുപോലെ പഠിക്കാനൊക്കെ, നമ്മളെ കാലത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ നമ്മൾ സുഭാഷ് ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മളെ നിധി ആട്ടോ. അപ്പോൾ നമ്മൾ നിധിയാണെങ്കിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് സുഭാഷിനെ കണ്ട് ചോദിക്കുന്നുണ്ട്, സുഭാഷ് പോയില്ലായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ സുഭാഷ് പറയുന്നുണ്ടില്ല, ഞാൻ പോയില്ല, എന്തായാലും താനിവിടെ വന്നിട്ട് പോകാമെന്നും പറഞ്ഞ് ഞാനിവിടെ വെയിറ്റ് ചെയ്താന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി പറയുന്നുണ്ട്, തനിക്ക് ഫോൺ കോൾ വന്നേയില്ലേ, അപ്പോൾ പോയില്ലെങ്കിൽ പ്രശ്നമാകത്തില്ലേന്ന് ചോദിക്കുന്ന സമയത്ത് സുഭാഷ് പറയുന്നുണ്ട്, അത്
ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും താൻ ഇത് പറ, ഇൻ്റർവ്യൂ എന്തായെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നിധി പറയുന്നുണ്ട്, ആദ്യത്തെ റൗണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ നിധിക്ക് കൺഗ്രാറ്റ്സ് ഒക്കെ പറയാൻ വേണ്ടി കൈയൊക്കെ കൊടുക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ നിധിയാണെങ്കിൽ കൈ കൊടുക്കത്തില്ല. അപ്പോൾ ശ്രുതി എന്താണെന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ നിധിയാണെങ്കിൽ വീണ്ടും കൈയൊക്കെ കൊടുത്തിട്ടൊക്കെ കൈയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നാണെങ്കിൽ നമ്മൾ ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും താൻ ടെൻഷൻ ആവണ്ട, ഈ ജോലി തനിക്ക് തന്നെ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നിധി പറയുന്നുണ്ട്, എന്തായാലും ഇനിയിപ്പം പറയാറായിട്ടില്ല, ഒരു റൗണ്ട് കൂടെ ഇനി ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ എനിക്കും ചെറിയൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും ഇയാളെയും നമ്മളുടെയും ഭാഗ്യം എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നിധി ചോദിക്കുന്നുണ്ട്, നമ്മളെയോ? അപ്പോഴത്തേക്ക് ശ്രുതി പറയുന്നത്, അല്ല ഇയാളെ കൂടെയല്ലേ ഞാനും വന്നത്, അപ്പോൾ എൻ്റെയും കുറച്ച് ഭാഗ്യം ഉണ്ടെങ്കിലല്ലേ ജോലിയൊക്കെ കിട്ടത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് നമ്മളെ നിധിയുടെ മനസ്സൊക്കെ അങ്ങ് മാറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നാണെങ്കിൽ കാണിക്കുന്നത് നമ്മളെ ഹരീഷിനെയാണ് കേട്ടോ. അപ്പോൾ ഹരീഷാണെങ്കിൽ നമ്മൾ നീത് പറഞ്ഞ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മൾ അവിടുത്തെ ജോലിക്കാരത്തൊക്കെ ആണെങ്കിൽ ഹരീഷ് ഇങ്ങനെ ചൂടാവുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മുടെ ജോലിക്കാരൻ പറയുന്നുണ്ട്, ഹരീഷ് ഏട്ടാ ആ വണ്ടി ഇന്ന് കൊടുക്കാനുള്ളത്, അല്ലെങ്കിൽ അവർ വന്നിട്ടാണെങ്കിൽ നമ്മളത് ചൂടാവുകയൊക്കെ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ പണി അറിയാത്തൊരു ജോലിക്കാരനായിപ്പോയി ഞാൻ, അല്ലെങ്കിൽ ഞാൻ കൊടുത്തേനെന്നൊക്കെ പയ്യനാണെങ്കിൽ പറയുന്നുണ്ട് നമ്മൾ ഹരീഷിൻ്റെ അടുത്ത്. ചന്ത് പറയുന്നുണ്ട്, നീ ചുമ്മാതിരി ആശാൻ്റെ പ്രജ്ഞാസം എനിക്കറിയാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ മറ്റേ ജോലിക്കാരൻ ചോദിക്കുന്നത് അതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയുന്നുണ്ട്, അത് ഈ പ്രേമത്തിൻ്റെ സങ്കടമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനാണ് ഈ പ്രജ്ഞാസം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട്, എന്തായാലും നീതുവിനെ പെണ്ണ് കാണാൻ വരുന്നെന്ന് പറഞ്ഞപ്പോൾ തൊട്ടേ ആശാനിക്കാണെങ്കിൽ ടെൻഷനാണെന്നൊക്കെ പറയുന്നുണ്ട്. ഹരീഷ് പറയുന്നുണ്ട്, ഒന്ന് പോടാ, ആർക്ക് ടെൻഷൻ, എനിക്ക് ടെൻഷനൊന്നുമില്ല, ആർക്ക് കല്യാണം ആയാലും എനിക്ക് എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. അല്ല ഒരു മര്യാദയൊക്കെ വേണ്ടേ, എന്നും ഇവിടെ വരുന്ന ഒരാൾ പെട്ടെന്ന് വന്നിട്ടാണെങ്കിൽ കല്യാണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു മര്യാദയൊക്കെ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ചന്ത് പറയുന്നുണ്ട്, അല്ല സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ അടുത്ത് മൂത്ത ചേട്ടനെ കല്യാണം കഴിക്കുമെന്ന് ചോദിക്കുന്നതും അതും ഒരു മര്യാദയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിലും ഹരീഷ് ചേട്ടനാണെങ്കിൽ ആ പെണ്ണെ സ്നേഹിച്ചിട്ടൊന്നും ഇല്ലായിരുന്നല്ലോ, എപ്പോൾ വന്നാലാണെങ്കിലും ഹരീഷ് ചേട്ടൻ വഴക്ക് പറഞ്ഞ് ഓട്ടിക്കുകയല്ലേക്ക് ചെയ്തിരുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സമയത്താണെങ്കിൽ ആ വഴിയാണെങ്കിൽ നീത് പോകുന്നുണ്ട്. നീത് പോകുന്ന സമയത്താണെങ്കിൽ ഒരാളിങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇതോ കല്യാണ പെണ്ണ് വരുന്നല്ലോ എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഹരീഷാണെങ്കിൽ എണീറ്റ് ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഹരീഷാണെങ്കിൽ ചന്തുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എടാ ചന്തു ഒന്ന് പോയി ചോദിക്കിടാന്നൊക്കെ പറയുന്നുണ്ട്. ഞാനെന്ത് പോയി ചോദിക്കാനെന്നൊക്കെ ചോദിക്കുമ്പോൾ ഹരീഷ് പറയും, അല്ല കല്യാണക്കാരിയൊക്കെ എന്തായെന്നൊക്കെ പോയി ചോദിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആണെങ്കിൽ കൂടുതലുള്ള ആൾ പറയുന്നുണ്ട്, എന്നാൽ ഞാൻ പോയി ചോദിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ദുഃഖാചാരണം നടത്തിയിട്ട് കട അടച്ചിടണമെന്നൊക്കെ അറിയാമല്ലോ, അപ്പോൾ ഞാൻ പോയി ചോദിക്കാമെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ ചന്ത് പറയുന്നുണ്ട്, എല്ലാം വേണ്ട ഞാൻ പോയി ചോദിക്കാമെന്ന് പറഞ്ഞ് ചന്ത് പോകുന്നുണ്ട് കേട്ടോ നമ്മൾ നീതുവിൻ്റെ പിറക്കെ. എന്നിട്ട് ചന്ത് പറയുന്നുണ്ട്, പിന്നെ കല്യാണക്കാരിയൊക്കെ എന്തായി, അത് സത്യമാണോ പറഞ്ഞത്? ഹരീഷ് ചേട്ടനാണെങ്കിൽ അത് അറിഞ്ഞ അന്ന് തൊട്ടേ ഹരീഷ് ചേട്ടനിൽ ഭയങ്കര ടെൻഷൻ ഇരിക്കും, ഒരു ജോലിയോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ നീതു അറിയുന്നുണ്ടായിരിക്കും ചുമ്മാതെ പറഞ്ഞതാണെന്നൊക്കെ നീതു പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ചന്ത് പറയുന്നുണ്ട്, എന്നാൽ ഞാനാണെങ്കിൽ ഹരീഷ് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞോട്ടെ, ഇത് കണക്ക് ചുമ്മാ പറഞ്ഞതാണെന്ന്, കാര്യം ഒരു ജോലിയും ചെയ്യാതെ അവിടെ ഇരിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നീതു പറയുന്നുണ്ട്, വേണ്ട ഇപ്പോഴും പറയേണ്ട കാര്യം, അവനും കുറച്ചൊക്കെ ടെൻഷനും കാര്യങ്ങളൊക്കെ അടിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെക്കുറിച്ച് നീ കുറച്ച് പൊക്കിയൊക്കെ അടിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മൾ ചന്ത് പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ ഏറ്റെന്നൊക്കെ പറഞ്ഞാണെങ്കിൽ നമ്മൾ ചന്ത് നേരെ അങ്ങ് വർക്ക്ഷോപ്പിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ഹരീഷ് ചോദിക്കുന്നുണ്ട്, എന്തായി, എന്താ അവൾ പറഞ്ഞതെന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ചന്ത് പറയുന്നുണ്ട്, അതങ്ങ് വിട്ടേക്ക് ആശാനെ എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണം ഉറപ്പിച്ച രീതിയിലൊക്കെ നമ്മൾ ചന്തു ആണെങ്കിൽ ഹരീഷിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ ഹരീഷിന് ഒന്നുകൂടെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഹരീഷിൻ്റെ ടെൻഷൻ കണ്ടിട്ടാണെങ്കിൽ ചന്ത് പറയുന്നുണ്ട്, അത് ചുമ്മാ പറഞ്ഞതാ ഹരീഷ് ഏട്ടാ നീതു എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഹരീഷിനടങ്ങി ഒരു സമാധാനമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ചന്ത് പറയുന്നുണ്ട്, ഇനി വന്നിട്ട് വേഗം ജോലിയൊക്കെ പെട്ടെന്ന് തീർക്കുക, അത് ജോലി തീർക്കാതെയൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് പറഞ്ഞത്, എൻ്റെ അടുത്ത് പറയരുതെന്നൊക്കെ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ കാണിക്കുന്ന സുധിയും നിധിയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അവരിങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് കാറിൽ പോകുന്നുണ്ട്. അപ്പം നിധി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. അപ്പോഴത്തേക്ക് സുധി ചോദിക്കുന്നുണ്ട്, എന്താ ആലോചിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നിധി പറയുന്നുണ്ട്, അല്ല ജീവിതത്തിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ സുധി പറയുന്നുണ്ട്, ഈ ജോലി കിട്ടുമെന്നുള്ള ഉറപ്പാണല്ലോ എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നിധി പറയുന്നുണ്ട്, ഉറപ്പൊന്നും ആയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് നോക്കാം, ഇതല്ലെങ്കിൽ വേറെ ജോലി വേറെ ഇൻ്റർവ്യൂവിന് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ സുധിയാണെങ്കിൽ വണ്ടിയിൽ പാട്ടൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നിധിയാണെങ്കിൽ ആ പാട്ടൊക്കെ ആസ്വദിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ സുധി ചോദിക്കുന്നുണ്ട്, പാട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നിധി പറയുന്നുണ്ട്, ആ പാട്ട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിധി പറയുന്നുണ്ട്, ആ എല്ലാ പാട്ടും ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ പ്രണയഗാനങ്ങളാകുമ്പം എല്ലാവർക്കൊക്കെ ഇഷ്ടപ്പെടുമെന്നൊക്കെ നമ്മൾ സുധി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സുധിയാണെങ്കിൽ നിധിയെടുത്ത് ചോദിക്കുന്നുണ്ട്, നിധിക്ക് പ്രണയത്തിനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ നിധി ചോദിക്കുന്നത്, എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിക്കും. അല്ല നിധിക്ക് ഈ പ്രണയത്തിനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിക്കുന്ന സമയത്താണ് നിധി പറയുന്നുണ്ട്, ഞാനെന്ത് പറയാനാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സുധി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, എന്തെങ്കിലും പറഞ്ഞാലല്ലേ എനിക്ക് അതിനകത്ത് പിടിച്ച് കയറാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.